കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഹാർദവമായ സ്വാഗതം. ഇപ്പോൾ പല ആൾക്കാരും എൻ്റെ അടുക്കൽ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ മുഖം നോക്കി ലക്ഷണം പറയാവും. അതിന് നമ്മൾ സാമുദ്രിക ശാസ്ത്രം എന്നാണ് പറയാം. മുഖം നോക്കി ലക്ഷണം പറയുന്നത് സാമുദ്രികം. അവരുടെയായിട്ട് അംഗവിക്ഷേപങ്ങൾ, അംഗലാവണ്യങ്ങൾ, വിരൽ, കൈ, മുഖം, നീണ്ട മുഖമാണോ, ഉരുണ്ട മുഖമാണോ, കറുത്ത മുഖമാണോ, കണ്ണുകളുടെ പ്രൗഢി, അത് എല്ലാം ഈ സാമുദ്രിക ലക്ഷണത്തിൽ അവരുടെ നടപ്പ് എങ്ങനെയാണ്, അവരുടെ നോട്ടം എങ്ങനെയാണ്, അവരുടെ ഭാവം എങ്ങനെയാണ്, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം അവരുടെ സ്വഭാവം, അവരുടെ കൈപ്പിട എങ്ങനെയാണ്, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സാമാന്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാലേ നമ്മൾ പറയത്തില്ലേ, ഇതിൻ്റെ ലക്ഷണം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നീ ഇന്ന ആവശ്യത്തിന് വന്നതാണെന്ന്. അതെന്തുകൊണ്ടാണ് പറയുന്നത്? അപ്പോൾ അവർ വരുന്നതും എടുക്കുന്നതും എന്തിനാണെന്നുള്ള ആ ലക്ഷണം നമുക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞുകൊണ്ട് സാമുദ്രിക ശാസ്ത്രം അറിയാവുന്ന അറിയാവുന്ന നല്ലൊരു ആളിന് 100% ഒരാൾ 100% എന്ന് പറഞ്ഞാൽ 100%ത്തിൽ ഞാൻ പറയുന്നതിൽ ഒരു 90% ഒരാളിൻ്റെ സാമാന്യ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരുടെ നോട്ടം കണ്ടു കഴിഞ്ഞാൽ, അവരുടെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞാൽ, അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതാണ് സാമുദ്രിക ശാസ്ത്രത്തിൽ ഒരു ജ്യോതിഷനെ വന്ന് കാണുമ്പോൾ അവരുടെ അംഗവിക്ഷേപങ്ങൾ, അംഗങ്ങൾ ഇങ്ങനെ കൈകെട്ടിയാണോ ഇരിക്കുന്നത്, കരാങ്കുലി അങ്കുലികളിൽ സ്പർശിച്ചുകൊണ്ടാണോ, അതോ ഞാൻ എൻ്റെ മേശപ്പുറത്ത് വന്നിരിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തൊട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്, പെട്ടെന്ന് നീക്കുന്നുണ്ടോ, പെട്ടെന്നുള്ള സംസാരം എന്താണ്, ആദ്യം ഉദ്ധരിച്ച അക്ഷരം എന്താണ്, ഇതൊക്കെ ഒരു ജ്യോത്സ്യം മനസ്സിലാക്കിയിരിക്കും. ആ മനസ്സിലാക്കുന്നതനുസരിച്ചിട്ട് കൗടിയിൽ കാണുന്നതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല ലക്ഷണങ്ങൾ നിമിത്തമാണ് നമ്മളൊരു ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലക്ഷണങ്ങൾ, അതാണ് സാമുദ്രിക ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ ലക്ഷണങ്ങൾ കാണുമ്പോഴേ അറിയാം ഇന്ന കാര്യത്തിനായിരിക്കും ഒരാളെ ഭ്രമിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. എല്ലാ കാര്യവും പറയാൻ പറ്റില്ല, എന്നാൽ ഏകദേശം ഒരാളുടെ മനസ്സിൽ ഇപ്പോൾ ഏകദേശം ഒരു സംഭവം നമുക്ക് 100% പഠിച്ചൊരു വ്യക്തിക്ക്, സാമുദ്രികം പഠിച്ചൊരു വ്യക്തിക്ക് പറയാവുന്നേ ഉള്ളൂ. അത് അവരുടെ, ഞാൻ മുമ്പേ തന്നെ പറഞ്ഞല്ലോ, അവരുടെ നടപ്പ് കണ്ടാലറിയാം ഇന്ന അവസ്ഥാന്തരത്തിലുള്ളതാണെന്നും, അവരുടെ പോക്ക് കണ്ടാലറിയാം, അവരുടെ നിൽപ്പ് കണ്ടാലറിയാം, പിന്നെ അവരുടെ നോട്ടം കണ്ടാലറിയാം. എങ്ങനെയൊക്കെ നോട്ടത്തിൽ, അത് പഴയ കാലത്ത് പറയത്തില്ല, കണ്ണും നോക്കിയിരിക്കുക, കണ്ണിലോട്ട് നോക്കാൻ പറഞ്ഞിട്ട് സംസാരിക്കാൻ. എന്തുകൊണ്ടാണ് കണ്ണിലോട്ട് നോക്കിയിരുന്ന് സംസാരിക്കാൻ പറയുന്നത്? അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളുണ്ട്. അതാണ് സാമുദ്രിക ലക്ഷണശാസ്ത്രം. അംഗവിക്ഷേപങ്ങളുടെ ചലനം, അതുപോലെ പിന്നെ കൈവിരലുകൾ കണ്ടാൽ, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ടുള്ള പഠിച്ച ആൾക്കാരുണ്ട്. നന്നായിട്ട് സാമുദ്രികമൊക്കെ പഠിച്ച് ഇന്നും സാമുദ്രിക ശാസ്ത്രത്തിൽ ഇന്നും ഗവേഷണം നടത്തുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഇംഗ്ലീഷ് ജനതയൊക്കെ ഇതിൽ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് ശാസ്ത്രാംഗം മാറിപ്പോയി, ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ലക്ഷണം കൊണ്ട് തന്നെ അവർ പറയും, സംസാരം കൊണ്ട് തന്നെ പറയും, നോട്ടം കൊണ്ട് തന്നെ പറയും, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് നമ്മളോട് ഇടപെടുന്നത് അതനുസരിച്ച് നമ്മൾ ഒരാൾ ചതിയനാണോ, ഒരാൾ നല്ലവനാണോ, ഒരാൾ നമ്മുടെ കൂടെ നിൽക്കുന്നവനാണോ, ഒരാൾ നമ്മൾ ഒറ്റ പ്രാവശ്യം ജയിച്ചു കഴിഞ്ഞാൽ അയാളെ ചില ഏച്ച് കിട്ടിയാൽ മുടച്ചിരിക്കും എന്ന് പറഞ്ഞ പോലെ ഒരാൾ അത് തന്നെയാണല്ലോ പറയുന്നത്. ശത്രു മിത്രമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം. ഇതെല്ലാം ലക്ഷണത്തിൽ, സാമുദ്രികത്തിലൊക്കെ അടങ്ങിയിരിക്കുന്ന ശാസ്ത്രമാണ്. അങ്ങനെ ഉള്ളവർക്ക് 100% എന്നല്ല, ഒരു എന്താ പറയുക, ഏകദേശം മിക്കവാറുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും എല്ലാം പഠിച്ചിട്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. എങ്കിലും കുറച്ച് പഠിച്ചു. ഇപ്പോൾ നമുക്കൊരു വാഹനം ഉണ്ടെങ്കിൽ കുറച്ച് പണികളൊക്കെ നമുക്കറിയാമായിരിക്കും അല്ലേ? ഒരു പഞ്ചർ ഒട്ടിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പണിയുന്നതിൻ്റെ ഇന്ന സാമഗ്രികൾ, എല്ലാ പണികളും നമുക്കറിയാൻ പറ്റില്ല. അതൊരു വർക്ക്ഷോപ്പുകാരന്, ആ വർക്ക്ഷോപ്പുകാരനും എല്ലാ പണികളും അറിയാം. പുതിയ വണ്ടികൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ പുതിയ ആൾക്കാർ എൻ്റെ അടുക്കലാണെങ്കിലും ഓരോ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവരെ പഠിക്കുന്നു അല്ലേ? അതാണ് ലക്ഷണശാസ്ത്രം. കുറേ നമുക്ക് പഠിച്ച് തഴമ്പിച്ച് കഴിയുമ്പോൾ ഏകദേശമൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതായിട്ടുള്ളൊരു ശാസ്ത്രമാണ് ലക്ഷണശാസ്ത്രം. എന്ന് വെച്ചാൽ സാമുദ്രികം എന്ന് പറഞ്ഞാൽ കൃത്യമായിരിക്കും. ഒരു ഡാൻസുകാരി അല്ലെങ്കിൽ ഒരു നൃത്തം അഭ്യസിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കുമ്പോൾ അറിയാം. കൈകൊണ്ട് സംസാരിക്കുമ്പോഴേ അവരെ അറിയാം. മുദ്രകളൊക്കെ ഇല്ലേ, ഏകപതാക, ത്രിപതാക, കർത്തരി മുഖം, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ്. അതെന്തിനാ?
നമ്മൾ അത് കാണിക്കുമ്പോൾ നമുക്കെന്താ മനസ്സിലാകുന്നത്? ആ കഥകൾ അല്ലേ? ഇതൊക്കെ നാട്യശാസ്ത്രത്തിലും ഒക്കെ പറയുന്നതാണ്. അപ്പോൾ സാമുദ്രികം എന്ന് പറയുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ആ ലക്ഷണമൊക്കെ വെച്ചിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും ചിന്തിക്കാനും എടുക്കാനും ഒക്കെ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു നല്ലൊരു വിഷയമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിശ്ചയവുമായ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.